നമസ്കാരം. SSC GD എക്സാമിന് ഒരുങ്ങുന്ന എല്ലാ കൂട്ടുകാർക്കും ദിശ അക്കാഡമിയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജിഡിയുടെ റീസണിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഡൈസിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് സ്പീഡ് ചെയ്യാം, സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കുറച്ച് രീതികളാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. നമ്മുടെ GD എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ദിശ അക്കാഡമി ഒരു ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ GD എക്സാം ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്, ഉറപ്പായിട്ടും ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ദിശ അക്കാഡമി ദിശ ആപ്പ് വഴിയാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ അതിലേക്കുള്ള ആക്സസ് ഉറപ്പാക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സുവർണ അവസരമാണ് ഇത്, നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഈ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 350+ hours ക്ലാസ്സുകൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവായിട്ട് റെക്കോർഡറായിട്ടും 350+ hours ആണ് ഇതിൽ ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ മോക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും, മെറ്റീരിയൽസ് നൽകും. അതേപോലെ ലൈവ് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള മെൻ്റൽ സപ്പോർട്ടും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ GD ക്രാക്ക് ചെയ്യണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ ഈ ഓൺലൈൻ കോഴ്സ് എല്ലാവരും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ GD എക്സാം നിരവധി ഉദ്യോഗാർത്ഥികൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അവരിൽ കുറച്ച് പേരുടെ ഫോട്ടോസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഓൺലൈൻ വഴിയായിട്ടും ഓഫ്ലൈൻ വഴിയായിട്ടും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ GD എക്സാം ക്രാക്ക് ചെയ്തവരാണ്. അപ്പോൾ ഇവരെ പോലെ നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡൈസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഡൈസിൻ്റെ പ്രത്യേകതകൾ ആദ്യം ഒന്ന് പറയാം. ഇപ്പോൾ ഡൈസിൻ്റെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. നമുക്ക് ഡൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അറിയാം, നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡർ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഡൈസിന് എന്തിൻ്റെ ഷേപ്പാണ്? ക്യൂബ് ഷേപ്പാണ്. ഓക്കെ, ക്യൂബ് ഷേപ്പാണ് നമ്മുടെ ഡൈസിന് വരുന്നത്. ഇപ്പോൾ ഈ ക്യൂബ് ഷേപ്പ് എന്ന് പറയുമ്പം എത്ര ഫേസുകൾ കാണും? 6 ഫേസസ് ആണുള്ളത്. ഓക്കെ, 6 ഫേസുകളുണ്ട്. ഓക്കെ, അപ്പോൾ 6 ഫേസ് എന്ന് പറയുമ്പോൾ നമുക്കത് പെയറായിട്ട് പറയുകയാണെങ്കിൽ 3 പേഴ്സ് ഉണ്ട്. ക്ലിയർ ആയ 3 പേഴ്സ് ഉണ്ട്. ക്യൂബ് ഷേപ്പാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡൈസ് സിമ്പിളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ദാണ്ട് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഓരോന്നിനും ഒരു ഓപ്പോസിറ്റ് പെയർ ഉണ്ട്. ഓക്കെ, അതാണ്ട് ഈ ഒരു ഫേസ് എടുത്താൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എവിടെ വരും? ബോട്ടമിൽ വരും, താഴെ വരും. ഈ ഒരു ഫേസ് എടുക്കാമെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിരിക്കും. ഈ ഒരു ഫേസിൻ്റെ ആണെങ്കിൽ ഓപ്പോസിറ്റ് ഇവിടെ. അങ്ങനെ 3 പെയർ ഓഫ് ഓപ്പോസിറ്റ് ഫേസസ് ആണ് നമുക്ക് ഡൈസിനുള്ളത്. മൊത്തത്തിൽ 6 ഫേസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ വെച്ചിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇപ്പോൾ ഈ ഡൈസിനകത്ത് ഞാൻ പറഞ്ഞ 6 ഫേസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്പേഴ്സ് ആണെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് നമ്പേഴ്സ് ആണെങ്കിൽ സാധ്യത 1 to 6 ആയിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ. ഓക്കെ, ദെൻ ആൽഫബറ്റുകളാണെങ്കിൽ A മുതൽ F വരെ ആയിരിക്കും നോർമലി വരുന്നത്. ഇതല്ല എങ്കിൽ അവർ എടുത്ത് പറയും. ആരൊക്കെയാണ് വരുന്നതെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പൊസിഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാൻ മനസ്സിലാവും. ഈ ഒരു രീതിയിൽ അല്ല എന്നുള്ളത് ആ ഒരു ഡൈസിൻ്റെ പൊസിഷൻ വെച്ചിട്ട് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഡൈസിനെ പറ്റി നമുക്ക് ബേസ് ആയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഡൈസിന് തന്നെ 2 or 3 പൊസിഷൻസ് വന്നിട്ട് ഇന്ന നമ്പറിന് ഓപ്പോസിറ്റ് ആര് വരും, അല്ലെങ്കിൽ ഇന്ന ആൽഫബറ്റിന് ഓപ്പോസിറ്റ് ആര് വരും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് യൂഷ്വലി വരാറുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ഒരു ഡൈസിൻ്റെ തന്നെ 2 പൊസിഷൻ തരികയാണെന്ന് വെച്ചോ. ഒരു ഡൈസിൻ്റെ തന്നെ 2 പൊസിഷൻ തരികയാണ്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണ് 6, 3, 4. ഓക്കെ, ഇത് രണ്ടും ഒരേ ഡൈസ് തന്നെയാണ്. അത് 2 രീതിയിൽ ഇടുമ്പോൾ ഉള്ള പൊസിഷൻസ് ആണ് ഈ തരുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ 5. ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. ഒരു ഡൈസ് തന്നെ നമുക്ക് തിരിച്ച് മറിച്ച് വിടുമ്പോൾ കിട്ടുന്ന 2 പൊസിഷൻസ് ആണ് ഇങ്ങനെ തന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ചോദിക്കുകയാണ് 4ന് ഓപ്പോസിറ്റ് എന്തായിരിക്കും വരുന്നത്. അതായത് ഈ 4 എന്ന് പറയുന്ന ഈ ഒരു ഫേസ് ഉണ്ടല്ലോ, ഇതിന് ഓപ്പോസിറ്റ് വരുന്ന ഫേസിൻ്റെ നമ്പർ എന്തായിരിക്കും? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇവിടെ അറിയേണ്ട കാര്യം, നമുക്ക് ഒരു ഡൈസിൻ്റെ തന്നെ 2 പൊസിഷൻ തന്നാൽ അതിൽ 2 പേര് കോമൺ ഉണ്ടെങ്കിൽ, ഓക്കെ, 2 പേര് കോമൺ ഉണ്ടെങ്കിൽ റിമൈനിങ് ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? നമുക്ക് തരുന്ന ഒരു ഡൈസിൻ്റെ തന്നെ ഇപ്പോൾ 3 or 4 പൊസിഷൻസ് ഒക്കെ തരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, അതിൽ ഏതെങ്കിലും 2 പൊസിഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും 2 പേര് കോമൺ ഉണ്ടെങ്കിൽ, ഒരുപോലെ ഉണ്ടെങ്കിൽ ആ റിമൈനിങ് ആയിട്ടുള്ള ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൾക്കാരായിരിക്കും. ക്ലിയർ ആയി? ഈ ഒരു ഐഡിയയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കാം. നമ്മുടെ GDയുടെ തന്നെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ GDക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ നോക്കി? 3 different പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ്. ഒരു ഡൈസിൻ്റെ തന്നെ 3 പൊസിഷൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ഫൈൻഡ് ദ നമ്പർ ഓപ്പോസിറ്റ് ഓഫ് 1 എന്ന് പറയുന്ന നമ്പറിന് ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതാണ്? ക്ലിയർ ആയ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. 1 എന്ന് പറയുന്ന ഡൈസിന് ഓപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളിത് പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ 1 വരുന്ന ഡൈസുകൾ നോക്കി. അപ്പോൾ 1 വരുന്ന ഡൈസ് നോക്കുമ്പോൾ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഇപ്പോൾ ഇവിടെ 1 അല്ലാതെ, ഓക്കെ, 1 അല്ലാതെ കൂടെ വരുന്ന ആരൊക്കെയാണ്? 2 ഉം 3 അല്ലേ?
2ഉം 3ഉം. ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ വെച്ചിട്ടാണെങ്കിൽ 2 പേര് കോമൺ ഉണ്ടെങ്കിൽ റിമൈനിങ് ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 2ഉം 3ഉം ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക ഏതെങ്കിലും ഡൈസിൽ 2ഉം 3ഉം വരുന്നുണ്ടോ? അതാണ് ഇവിടെ ഒരു 2ഉം 3ഉം ഇല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെയും 2ഉം 3ഉം ഉണ്ട്, ഇവിടെയും 2ഉം 3ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 1ഉം 6ഉം എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. നമുക്ക് ചോദിച്ചേക്കുന്ന 1 അല്ലേ, അപ്പോൾ എന്താണ് ആൻസർ? 6 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ പറഞ്ഞ ഐഡിയ ഇത്രയേ ഉള്ളൂ. ഒരു ഡൈസിൻ്റെ തന്നെ 2 പൊസിഷൻ തരുമ്പം ഏതെങ്കിലും 2 പേര് കോമൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിമൈനിങ് ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ 6 എന്നുള്ള ആൻസർ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്താൽ ഇവിടെ നമ്മൾ 5ഉം 4ഉം ആണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെ വേറെ അങ്ങും 5ഉം 4ഉം ഇല്ല. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് നോക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 2, 3 വെച്ച് തന്നെ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ജിഡിയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നോക്കാം, ഇവിടെ ഫൈൻഡ് ദ നമ്പർ ഓപ്പോസിറ്റ് ഓഫ് 23. 23 എന്ന് പറയുന്ന നമ്പറിന് ഓപ്പോസിറ്റ് എന്ത് വരും? അപ്പോൾ നമുക്കിവിടെ 4 പൊസിഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 പൊസിഷൻ കണ്ട് നമ്മൾ കൺഫ്യൂസ് ഒന്നും ആവണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക? 23 ഒന്ന് കോൺസെൻട്രേറ്റ് നോക്കി. 23 താണ്ട് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഇതിനകത്ത് 23 ഒഴികെയുള്ള ആൾക്കാർ ആരൊക്കെയാണ്? 25ഉം 22ഉം. അപ്പോൾ ഇവിടെ നമ്മൾ 1 to 6 ഒന്നും അല്ല, വേറെ നമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ ഡൈസിൻ്റെ പൊസിഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇവിടെ 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് ഒന്നും അല്ല. അപ്പോൾ അത് ആ രീതിയിൽ നോക്കുക. അപ്പോൾ 23 ഒഴിച്ചുള്ള 25ഉം 22ഉം, ഈ 25ഉം 22ഉം ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും പൊസിഷൻ ഉണ്ടോ? ഇല്ല. നിങ്ങൾ നേരെ ഇവിടെ വരിക. 23 ഒഴിച്ച് ഇവിടെ ആരൊക്കെയാണ്? 21ഉം 26ഉം. ഈ 21ഉം 26ഉം ഒരുപോലെ രണ്ടും വരുന്ന ഏതെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടോ? ഉണ്ട്, താണ്ട് ഇവിടെ ഉണ്ട് 21ഉം 26ഉം. അപ്പോൾ ആൻസർ ആയില്ലേ? ഇപ്പോൾ എന്തായിരിക്കും 23യുടെ ഓപ്പോസിറ്റ് വരുന്നത്? ആ റിമൈനിങ് ആയിട്ടുള്ള ആൾ ഇവിടെ ആരാണ്? 24 അല്ലേ. ഇവിടെ 24. 23ക്ക് ഓപ്പോസിറ്റ് ആരായിരിക്കും? 24, ഓപ്ഷൻ 1. ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം? ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത്, ഇവിടെ 2 പൊസിഷനേ ഉള്ളൂ. ചോദിച്ചിരിക്കുന്നത് 8ന് ഓപ്പോസിറ്റ് ആണ്. 8ന് ഓപ്പോസിറ്റ് വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 8 വരുന്ന ഡൈസ് നോക്കിയേ. 8ൻ്റെ കൂടെ 5ഉം 9ഉം ആണ്. ഇവിടെ 5 ഉണ്ട്, പക്ഷെ 9 ഇല്ല. അപ്പോൾ 5ഉം 9ഉം വന്നായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആരാണ് ആൻസർ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ 5 മാത്രമേ ഉള്ളൂ രണ്ടിടത്തും കോമൺ. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എങ്ങനെ 8 കണ്ടുപിടിക്കാം? ഇങ്ങനെ ഒരാൾ മാത്രമേ കോമൺ വരുന്നുള്ളെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, ഒരാൾ മാത്രമേ ആ ഒരു 2 പൊസിഷനിലും കോമൺ വരുന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് പറയാം. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ള വഴി എന്ന് വെച്ചാൽ നിങ്ങൾ ആ 2 ഡൈസ്, ഞാനിപ്പോൾ ഇത് 1ാമത്തെ ഡൈസ് 2ാമത്തെ ഡൈസ് എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 1, 2 എന്ന് എഴുതുക. ഇങ്ങനെ 1, 2 എന്ന് എഴുതണമെന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ആളിനെ ആദ്യം നേരെ ഇവരെ താഴെ, മേളിലും താഴെയായിട്ട് എഴുതുക. രണ്ടിടത്തും കോമൺ ആയിട്ട് വരുന്ന ആളിനെ എഴുതി. 5 ആണ്, അത് രണ്ടിടത്തും എഴുതുക. എന്നിട്ട് ഈ ഡൈസിലെ നമ്പേഴ്സിനെ ഒരു ഓർഡറിൽ എഴുതാം. ഒന്ന് നിങ്ങൾക്ക് ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതാം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതാം. നിങ്ങൾ ക്ലോക്ക് വൈസ് ഓർഡറിലാണ് എഴുതുന്നതെങ്കിൽ 2 ഡൈസിലെയും നമ്പേഴ്സിനെ ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതണം. ഇനി ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിലാണ് എഴുതുന്നതെങ്കിൽ രണ്ടിടത്തെയും നമ്പേഴ്സിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഓർഡറിൽ എഴുതണം. ഇപ്പോൾ നിങ്ങൾ ക്ലോക്ക് വൈസ് ആണ്, ഞാൻ ക്ലോക്ക് വൈസ് രീതിയിൽ പറയുകയാണ്. ഇവിടെ ക്ലോക്ക് വൈസ് ആയിട്ട് എഴുതിയാൽ 5, 7, 5 നാണ് എപ്പോഴും 5 ഈ കോമൺ ആയിട്ടുള്ള ആളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, 5, 7, 6. ഈ ഡൈസിലെ ആൾക്കാർ എഴുതുവാണെങ്കിൽ എങ്ങനെ പോകും? ഇങ്ങനെയാണ് പോകേണ്ടത്, തെറ്റിപ്പോരുത്. ഇങ്ങനെയാണ് ക്ലോക്ക് വൈസ് പോകുന്നത്. അങ്ങനെയാണ് 5, 8, 9. ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലേ? ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൾക്കാർ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് ഈ 7ഉം 8ഉം ഓപ്പോസിറ്റ് ആണ്, 6ഉം 9ഉം ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, കാര്യം ക്ലിയർ ആയോ? ഈ 7ഉം 8ഉം ഓപ്പോസിറ്റ് പേയേഴ്സ് ആയിരിക്കും, 6, 9 ഓപ്പോസിറ്റ് പേയേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും 5ൻ്റെ ഓപ്പോസിറ്റ് 5 തന്നെയാണോ വരുന്നത്? അല്ല, 5ന് ഓപ്പോസിറ്റ് ഇതിനകത്ത് വരാത്ത നമ്പർ ആയിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഇനി വരാൻ ബാക്കിയുള്ള നമ്പർ ആരാണെന്ന് അറിയില്ല. ക്ലിയർ? നമുക്ക് വേറെ നമ്പേഴ്സ് ഉള്ള പൊസിഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് 5ന് ഓപ്പോസിറ്റ് രണ്ടിടത്തും വന്നിട്ടില്ല. കാരണം രണ്ടിടത്തും 5 തന്നെയാണ്. ഓക്കെ, രണ്ടിടത്തും 5 വന്നിട്ടുണ്ട്. അതുകൊണ്ട് 5ന് ഓപ്പോസിറ്റ് ആരാണെന്ന് നമുക്ക് ഈ 2 പൊസിഷൻ വെച്ച് പറയാൻ പറ്റത്തില്ല. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കത്തുമില്ല. ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ 1 to 6 അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി വരാത്ത ആളാണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഇനി വരാത്ത ആൾ ആരാണെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. കാരണം 1 മുതൽ 6 വരെ, അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ആരൊക്കെയാണ് ഉള്ളതെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 5ന് ഓപ്പോസിറ്റ് ഇനി ആര് വരുമെന്ന് പറയാമായിരുന്നു. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. നമുക്ക് ചോദിച്ചേക്കുന്ന 8 അല്ലേ? ഇപ്പോൾ 8ന് ഓപ്പോസിറ്റ് ആരാണ്? ഇതാണ് 8ന് ഓപ്പോസിറ്റ് ഉള്ള പെയർ 7 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ 5ന് ഓപ്പോസിറ്റ് ആരാണെന്ന് ഒരുപക്ഷെ ചോദിക്കുവാണെങ്കിൽ അവർ ക്വസ്റ്റ്യനകത്ത് പറയും, ഇവിടെ വരുന്ന നമ്പേഴ്സ് ആരൊക്കെയാണെന്ന് പറയും. അങ്ങനെ ഒരുപക്ഷെ പറഞ്ഞാൽ നമ്മൾ നമ്മൾ എടുത്ത നമ്പേഴ്സിൽ വരാത്ത ആൾ ആരാണോ അതായിരിക്കും 5ന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാളെ കോമൺ ഉള്ളെങ്കിൽ ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
ഇവിടെ 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ആണ് ചോദിച്ചേക്കുന്നത്. 7 എന്ന് പറയുന്ന നമ്പറിൻ്റെ ആണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുക 7 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ 7 ഒഴിച്ചുള്ള ആൾക്കാർ 8ഉം 15ഉം നോക്കി എവിടെയെങ്കിലും 8, 15 ഒരുമിച്ച് വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ആ രീതിയിൽ പറ്റില്ല. 2 പേര് കോമൺ എന്നുള്ള മെത്തേഡിൽ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഒരാൾ കോമൺ വരുന്ന രീതിയിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. കാരണം ഇപ്പോൾ നിങ്ങൾ ഒന്നാമത്തെ ഡൈസും മൂന്നാമത്തെ ഡൈസും എടുക്കുകയാണെങ്കിൽ 8 കോമൺ എന്നുള്ള രീതിയിൽ എടുക്കാം. നിങ്ങൾ 2ഉം 3ഉം ആണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. അവിടെ എന്ത് ചെയ്യാം, 15 കോമൺ വരുന്ന രീതിയിൽ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ 8 കോമൺ വരുന്ന രീതിയിൽ പറയാണ്. ഇപ്പോൾ 8 കോമൺ വരുന്ന രീതിയിലാണ് 8 രണ്ടിടത്ത് എഴുതി. ദെൻ ക്ലോക്ക് വൈസ് ഓർഡറിലാണ് പറയുന്നത്. 12, 3. ഇവിടെ ആണെങ്കിലോ 15, 7. ചോദിച്ചിരിക്കുന്ന ആരാണ്? 7. ആൻസറായി 3. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ വരും. ഇങ്ങനെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതും GD-യുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനി നമ്മൾ ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് ഡൈസ് ആക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. ഒരു പേപ്പർ ഫോൾഡ് ചെയ്ത് ഡൈസ് ആക്കുമ്പം ഒരു നമ്പറിന് ഓപ്പോസിറ്റ് ആര് വരും, ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ, ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലാണ് ഒരു പേപ്പർ ഫോൾഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ 4 പേര് അടുപ്പിച്ച് വരും. ഇങ്ങനെ 4 പേര് അടുപ്പിച്ച് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അവിടെ നമ്മളിത് ഇമാജിൻ ചെയ്ത് മടക്കി വെക്കുന്ന അങ്ങനെയാണെന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഒരു രീതിയിൽ നമുക്കത് പറയാം. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം, വേറെ എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ 4 പേരുണ്ട്, A, B, C, D, E, F. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഓർഡർ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് വരുന്ന 4 പേരില്ലേ, ആ അടുപ്പിച്ച് വരുന്ന 4 പേര് ഒന്നിടവിട്ടുള്ള ആൾക്കാർ. അതായത് എക്ക് E ആയിരിക്കും ഓപ്പോസിറ്റ്, ബിക്ക് F ആയിരിക്കും ഓപ്പോസിറ്റ്, റിമൈനിങ് ആയിട്ടുള്ള സിക്ക് ഓപ്പോസിറ്റ് D ആയിരിക്കും. ഓക്കെ, മനസ്സിലായ? ഒന്നുകൂടെ പേഴ്സായിട്ട് എഴുതാം. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അടുപ്പിച്ചുള്ള 4 പേരിൽ ഒന്നിടവിട്ടുള്ള ആൾക്കാർ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെ എക്ക് ഇയും ബിക്ക് എഫും, റിമൈനിങ് ആയിട്ടുള്ള സിക്ക് ഓപ്പോസിറ്റ് D വരും. അങ്ങനെയാണ് ഇവിടെ എങ്ങനെ വരുമെന്ന് പറയാമോ? ഇവിടെ ആ 4 പേര് കിടക്കുന്നുണ്ടോ? അപ്പോൾ ആ 20ക്ക് ഓപ്പോസിറ്റ് 50 ആയിരിക്കും. 20ക്ക് ഓപ്പോസിറ്റ് 50 ആയിരിക്കും. ഓക്കെ, നമ്മുടെ ആൻസർ ആയി. ചോദിച്ചിരിക്കുന്ന 20 ആണല്ലോ, 50 ആണ് ആൻസർ. ഞാൻ ബാക്കിയും കൂടെ പറയാം. ബാക്കി അങ്ങനെ വരും. 40ക്ക് ഓപ്പോസിറ്റ് എന്ത് വരും? 60 വരും. ഓക്കെ, ബാക്കി റിമൈനിങ് ആയിട്ടുള്ള 10ന് ഓപ്പോസിറ്റ് എന്ത് വരും? 30 വരും. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വളരെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെയും നിങ്ങൾ നോക്കുമ്പോൾ ആ നേരത്തെ പടത്തിൻ്റെ കൂട്ടല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട. ഇവിടെയും 4 പേര് അടുപ്പിച്ച് കിടപ്പുണ്ട്. ആ മെത്തേഡിൽ തന്നെ ഇതും ചെയ്യാം. ചോദിച്ചിരിക്കുന്ന N അല്ലേ, നിങ്ങൾ ആ ചോദിച്ചിരിക്കുന്ന മാത്രം കണ്ടുപിടിച്ചാൽ മതി. എല്ലാവരും നോക്കണമെന്നില്ല. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ N അല്ലേ, ആ 4 പേര് അടുപ്പിച്ച് കിടക്കുന്നതിനകത്തല്ലേ N വരുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒന്നിടവിട്ടുള്ള ആൾ ഇതാണ്ട് J ആയിരിക്കും N-ന് ഓപ്പോസിറ്റ്. ഇത്രേ ഉള്ളൂ. അല്ല നമ്മളെല്ലാവരും കണ്ടുപിടിച്ചിട്ട് വല്ല കാര്യമുണ്ട്. അവിടെ ആ ചോദിച്ചിരിക്കുന്ന മാത്രം എന്ത് ചെയ്താൽ മതി, കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ Kക്ക് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്, ഇവിടെ നേരത്തെ കൂട്ടല്ല, ഇവിടെ അടുപ്പിച്ച് 3 പേരെ വരുന്നുള്ളൂ. ഓക്കെ, അടുപ്പിച്ച് 3 പേരെ വരുന്നുള്ളെങ്കിൽ ഇവിടെ ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. ഇവിടെ ആ അടുപ്പിച്ച് വരുന്ന 3 പേരില്ലേ, അവരിൽ ഒന്നിടവിട്ടായിരിക്കും ഓപ്പോസിറ്റ് വരുന്നത്. അതായത് ജെയ്ക്ക് ഓപ്പോസിറ്റ് O ആയിരിക്കും. ഓക്കെ, ടിക്ക് ഓപ്പോസിറ്റ് വരുന്നത് H ആയിരിക്കും. ഇനി രണ്ടിടത്തും നടുക്ക് കിടക്കുന്ന ആൾക്കാരില്ലേ, അവർ തമ്മിൽ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ എന്താണ് ആൻസർ? K ആണ് ചോദിച്ചിരിക്കുന്നത്, M ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇവിടെ ആ ഇങ്ങനെ വരുന്ന, ഓക്കെ, ഇങ്ങനെ വരുന്ന ആൾക്കാർ തമ്മിലായിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. ആ റിമൈനിങ് നടുക്ക് കിടക്കുന്ന ആൾ തമ്മിൽ ഓപ്പോസിറ്റ് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ സെലക്ട് ഡൈസ് വിച്ച് കനോട്ട് ബി ഫോംഡ്. ഓക്കെ, കനോട്ട് ബി ഫോംഡ്. ഇത് വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റാത്ത ഡൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചൂടെ? ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എക്സിന് ഓപ്പോസിറ്റ് C ആണ്. ഓക്കെ, ഡിക്ക് ഓപ്പോസിറ്റ് G ആണ്. റിമൈനിങ് ആയിട്ടുള്ള എക്ക് ഓപ്പോസിറ്റ് F ആയിരിക്കും. ക്ലിയർ ആയി? ഇതാണ്, ഇങ്ങനെയാണ് ഓപ്പോസിറ്റ് ആൾക്കാർ പേയേഴ്സ് വരേണ്ടത്. ഇപ്പോൾ എന്താണ് ഇവിടുത്തെ കൺസെപ്റ്റ് എന്ന് ചോദിച്ചാൽ, ഇത് വെച്ച് ഫോം ചെയ്യാൻ പറ്റാത്ത ഡൈസ്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ചോദിച്ചാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഓപ്പോസിറ്റ് പേയേഴ്സിനെ ഒരുമിച്ച് ഒരു പൊസിഷനിൽ കാണാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയതാണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ F കണ്ടു. ഈ F-ന് ഓപ്പോസിറ്റ് താഴെയല്ലേ വരുന്നത്. ആ താഴെ വരുന്ന ആളിനെ F-നെ ഒരുമിച്ചൊരു പടത്തിൽ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതായത് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരെ ഒരുമിച്ചൊരു പടത്തിൽ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് നിങ്ങൾ ഒന്നാമത്തെ തന്നേക്ക് നോക്കിയേ, AFG നമ്മൾ കണ്ടുപിടിച്ച രീതി നോക്കിയേ. AF എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണ് അവർ ഒരുമിച്ചൊരു പടത്തിൽ കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ദാണ്ട് എയുടെ ഓപ്പോസിറ്റ് ഇവിടെ അല്ലേ, ഇവിടെ അല്ലായിരുന്നോ F വരണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ F വെച്ച് ആലോചിക്കുകയാണെങ്കിൽ F-ന്റെ താഴെ ബോട്ടമിലല്ലായിരുന്നോ A വരണ്ടേ? അപ്പോൾ ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഒരുമിച്ച് വന്നു. അപ്പോൾ എന്താണ്? ഇതാണ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റാത്ത ആൾ. അപ്പോൾ അവിടെ വെച്ചാൽ ആൻസറായി. ഇതാണ് നമ്മുടെ ആൻസർ. ബാക്കി നോക്കണമെന്നില്ല. ബാക്കിയെല്ലാം നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഫോം ചെയ്യാൻ പറ്റാത്ത ഏതാണെന്നാണ്, അതുകൊണ്ട് ഓപ്ഷൻ 1 ആണ് ആൻസർ വരും.
ഈ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ഓൺലൈൻ കോഴ്സ് പർച്ചേസ് ചെയ്യുക. ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.